ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചെമ്മീൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായി വൃത്തിയാക്കി എടുത്തതാണ്. നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ടൂത്ത് പിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ എല്ലാ ചെമ്മീനും ഇങ്ങനെ ടൂത്ത് പിക്ക് ഇറക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയായിട്ടുണ്ട്. മാറ്റിവെച്ച ചെമ്മീൻ ഓരോന്നായി ഈ മസാലയിൽ മുക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. പുരട്ടി മാറ്റിവെച്ച ചെമ്മീൻ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ ചെമ്മീനായി ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാ ചെമ്മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഗാർണിഷിന് വേണ്ടി 2 പച്ചമുളക് നീളത്തിൽ മുറിച്ച് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഇതൾ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാനിത് ട്രയാങ്കിൾ ഷേപ്പിൽ 2 പപ്പടം മുറിച്ചെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഗാർണിഷിന് വേണ്ടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്